ഹിറ്റ് സിനിമകൾ ഒരുക്കിയിട്ടുള്ള ചന്തു മൊണ്ടേറ്റി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ തണ്ടിൽ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തമിഴ് പതിപ്പാണ് കണ്ടത്. അതിൻ്റെ തെലുങ്കാണ് ഒറിജിനൽ. ആൻഡ് സായി പല്ലവി, നാഗചൈതന്യ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വന്നിരിക്കുന്ന സിനിമയാണ്. ചില ആളുകൾക്കിപ്പോൾ ഈ റിവ്യൂവിൻ്റെ നീളം കൂടുന്ന ഒരു പരാതിയൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ് എങ്കിൽ പോലും ഷോർട്ടാക്കി പറയാനാണെങ്കിൽ ഒരുപാട് സാധ്യതകളുള്ള, അതായത് ഇന്ത്യ മുഴുവൻ ദേശസ്നേഹവും ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വിഷയത്തിനെ പ്രേമത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ അതും കഴിഞ്ഞ് ഓവറായിട്ട് ഡ്രാമയൊക്കെ ഇട്ട് ചളം കുളമാക്കി, എസ്പെഷ്യലി നായകൻ്റെ മുഖത്ത് വരാത്ത ഭാവങ്ങളെ വരുത്തിപ്പിച്ചെടുക്കാൻ വേണ്ടി സീനുകൾ കുത്തിക്കയറ്റി എവിടെയൊക്കെയോ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു സിനിമയെ ഇത് തീരണല്ലോ എന്ന് തോന്നിപ്പിച്ച് അവസാനിപ്പിച്ച് കളഞ്ഞൊരു പടം. വാഗ അതിർത്തിയിൽ ഒരു പുരുഷ ചന്ദന മഴയാണ് അവരൊരുക്കിയത്. പക്ഷെ അപ്പോഴും ഒരു സായി പല്ലവി ഉണ്ട് സിനിമയിൽ. അവരുടെ ഡാൻസ് ഉണ്ട്, നല്ല കുറേ എക്സ്പ്രസീവായിട്ടുള്ള അവർ നന്നായി ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് വളരെ നന്നായിട്ട് അവർ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നാഗചൈതന്യ ലുക്ക് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇയാൾക്ക് കൊടുത്ത കഥാപാത്രവും അതിൽ കുത്തിക്കയറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ബോറായിട്ടാണ് അനുഭവപ്പെട്ടത്. സംഭവം വളരെ സിമ്പിളാണ്. ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യബന്ധന തൊഴിലാളികളെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്യുന്നു. ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവർ എന്ന് വെച്ചാൽ കരയിലുള്ളത് ഭാര്യമാരുണ്ടാവും, അവരെ സ്നേഹിക്കുന്ന പെൺകുട്ടികളുണ്ടാവും, അല്ലേ? അങ്ങനെ അവരെ സ്നേഹിക്കുന്ന ആളുകൾ നടത്തിയ പോരാട്ടവും അതിനുശേഷം അവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നതൊക്കെ ഉൾപ്പെടുന്ന ഒരു കഥയാണ്. അതിനകത്തേക്ക് സായി പല്ലവി, നാഗചൈതന്യെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു പ്രണയത്തിൻ്റെ ട്രാക്കൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒറ്റ സെൻറ്റൻസ് ആണ്. വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല, അതുകൊണ്ട് സ്പോയിലറായിട്ട് കൂട്ടുകയും വേണ്ട. സായി പല്ലവിയും നാഗചൈതന്യം പ്രണയത്തിലാണ്. നാഗചൈതന്യ കടലിൽ പോയി മീൻ പിടിക്കുന്ന ആളാണ്. ഒരു പോക്ക് പോയാൽ ഒരു 9 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക. അവർ ഗുജറാത്തിലെ തീരത്തിലാണ് അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ 9 മാസത്തിന് ശേഷം ഒരു 3 മാസമാണ് നാട്ടിലുണ്ടാവുക. പക്ഷേ ആ കടൽക്കരയിൽ ഒരുപാട് ജീവിതങ്ങൾ കണ്ട് ഒത്തിരി വർഷം ജീവിച്ചിട്ടുള്ള, ഒരു 10-25 വർഷം, ആ ഒരു പ്രായം വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു 10-25 വർഷമെങ്കിലും ജീവിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി കല്യാണം നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് മനസ്സിലാക്കുന്നത് ഇയാൾ പോയ 9 മാസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ ആ കുടുംബജീവിതവും പിന്നെ അയാളെ മിസ് ചെയ്യുന്നതും മാത്രമല്ല, ഒരു കുട്ടി ഉണ്ടായാലും ആ കുട്ടിയെ ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്നതും അതുപോലെയുള്ള കുറേ ദുരന്തങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ എന്തിനാണ് ഇത്രയും ദൂരെ പോയി പണിയെടുക്കുന്നത്, നാട്ടിലെന്തെങ്കിലും പണിയെടുത്താൽ പോരെ. അപ്പോൾ ആ പയ്യനോട് പറയും നീ കടലിൽ പോരുത് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ. പക്ഷേ അവന് കടലിൽ പോയിട്ടില്ലെങ്കിൽ അവരൊരു വരുമാനം കണ്ടെത്തുന്ന തൊഴിലാണല്ലോ. എന്നിട്ട് അവൻ പോകും. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതും അതിനെ ഇവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 90% ഈ പ്രേമകഥ തന്നെയാണ്. അവരങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, പ്രേമിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ചിരിക്കുന്നു, ഇതിങ്ങനെ നീണ്ടു പോകും. ചില സ്ഥലത്ത് നല്ല ക്രിഞ്ചായിട്ട് തോന്നുകയും ചെയ്തു. സായി പല്ലവിയുടെ ഒരു പ്രകടന മികവുണ്ട്. അവരുടെ ഒരു നാച്ചുറൽ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ശിവഭക്തി ഗാനമുണ്ട്. അതിലിവർ ഡാൻസൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് സായി പല്ലവി മാത്രമല്ല, നാഗചൈതന്യം ഉൾപ്പെടെ ഇതിലെ ഡാൻസേഴ്സും ആ ടോട്ടൽ സോങ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അടിപൊളി ഡാൻസും നല്ല എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് അവിടെ ആ ഒരു ഡാൻസ് കണ്ടപ്പോൾ കൊള്ളാം, ബാക്കി ഇനി കയ്യിൽ നിന്ന് പോയാലും ഇതിൽ ഞാൻ തൃപ്തനാണ് എന്നൊരു തോന്നലുണ്ടായി. BGM നല്ല രസമുണ്ട്. ഒരു ട്യൂൺ തന്നെ അവർ സിനിമയിൽ ഉടനീളം ഉപയോഗിക്കുന്നുണ്ട്. അത് ട്രെയിലറിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കും. തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്, എവിടെ ഒരു പെയിൻ ഉണ്ട് അതിൽ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ഒരു എലിവേറ്റിംഗ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഒരു കിണ്ണം കാച്ചി സംഭവമായിരുന്നു. വെച്ചാൽ സാധനം വലിയ കാര്യമൊന്നുമില്ലെങ്കിലും അത് ഈ സായി പല്ലവി ചെയ്യുന്നതും അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബിൽഡായി വരുന്നതും എന്തോ ഒരു പരിപാടി, ഇനി അങ്ങോട്ട് പടം കയറി പെരുക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ആ സീൻ അവിടെ കൊണ്ട് തീർന്നിട്ട് വീണ്ടും കണ്ണീരും കിനാവും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ പോകും. ഇതിൻ്റെ ഇടയിൽ ഏറ്റവും അസഹനീയമായി പോകുന്നത് ഇതിൻ്റെ ഒറിജിനൽ കഥ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഈ കടലിൽ പോകുന്ന മുക്കുവരെ പാകിസ്ഥാൻ ജയിലിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കടലിൻ്റെ അതിർത്തി കടന്ന് അപ്പുറത്തേക്ക് പോവുകയും അവർ ജയിലിലാവുകയും ചെയ്യും. ഈ പാകിസ്ഥാൻ ജയിലിൽ പോയിട്ട് ഇവർ കാണിക്കണ ദേശസ്നേഹമുണ്ട്. എൻ്റെ മോനെ, നമ്മളുണ്ടല്ലോ ഈ സിംഹം ചാടിക്കടിക്കാൻ വരുമ്പോഴല്ല ധീരത കാണിച്ച് നെഞ്ചും വിരിച്ച് ചെന്ന് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ലോഡ് കയറ്റി വരുന്ന ലോറി വരുമ്പോൾ ഈ തവളയൊക്കെ റോഡിൻ്റെ നടുക്ക് ബലം പിടിച്ച് നിൽക്കണ പോലെ വലിയ ഷോയൊന്നും കാണിക്കാൻ പോരുത്. ഈ കടലിലൊക്കെ ഷിപ്പിലൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ ഈ ഷിപ്പ് അറ്റാക്ക് ചെയ്ത് കയറുന്നു, ഇപ്പോൾ കൊള്ളക്കാരൊക്കെ വന്ന് കയറുകയാണെങ്കിൽ അവരുടെ അടുത്ത് വലിയ ധീരതയൊന്നും കാണിക്കാൻ പോരുത്. അവർ പറയുന്നതൊക്കെ അനുസരിക്കുക. അവർ ചുമ്മാ വെടിവെച്ചിട്ടിട്ട് പോകും. അതായത് നമ്മുടെ പരിപാടിയല്ല, അല്ലെങ്കിൽ നമ്മുടെ ഏരിയ അല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളൊരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് അവിടെ പോയി ദേശീയ പതാക എടുത്തിട്ട് ഫൈറ്റ്, ആ ദേശീയ പതാകയ്ക്ക് തന്നെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല. ചില സമയത്ത് എടുത്ത് ഒരാളുടെ നെഞ്ചത്ത് കുത്തുമ്പോൾ വടി മാത്രമേ നമ്മൾ കയ്യിൽ കാണുള്ളൂ ഒരു വൈറ്റ് ഷോട്ടിൽ. പക്ഷേ ക്ലോസിൽ കാണിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് കൊടിയുണ്ട്. എന്നിട്ട് ഈ ദേശീയ പതാക അതും വെച്ചിട്ടുള്ള ഓട്ടം, കുറേ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു പശു സ്നേഹമൊക്കെ വരുന്നുണ്ട്. ഒരു ഫൈറ്റ് നടക്കണതിൻ്റെ ഇടയിൽ വില്ലൻ ഒരു വടി എടുത്ത് വീശിയപ്പോൾ നായകൻ ഒഴിഞ്ഞു മാറി. അവൻ എന്തിനാണ് ഒഴിഞ്ഞു മാറാൻ പോയത്? അവന് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് മാത്രം ഒരു പശുവിൻ്റെ തലയ്ക്ക് അടികൊണ്ടു. അപ്പം തന്നെ പശുവിൻ്റെ തലക്ക് വെച്ച് കൈവച്ച് എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ കയറി അങ്ങ് പെരുക്കുമെന്ന് വിചാരിക്കും നമ്മൾ ഫൈറ്റ്. മ്യൂസിക്കൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ വെച്ചു
പശു അന്നദാതാവാണ് കുറേ ആൾക്കാരെ സംബന്ധിച്ച്. ആ ഒരു ആംഗിളിൽ അതിനെ നമ്മൾ കളിയാക്കണ്ട. സിനിമ വിഷ്വലിയൊക്കെ നല്ല രസമായിട്ട് വരുന്നുണ്ടല്ലോ എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് ഏതാണ്ട് 2 ഇടിയും കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഫൈറ്റ് വേണ്ടാന്ന് വെച്ച് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് കളഞ്ഞ പോലെ എനിക്ക് തോന്നി. ശരിക്കും ഈ സിനിമ സായി പല്ലവിയുടെ തോളത്താണ് ഇരിക്കുന്നത്. നാഗചൈതന്യം മറ്റേ ഇടയ്ക്കിടയ്ക്ക് കത്ത് വരുന്ന പോലെ വന്നു പോകുന്ന ഒരു മനുഷ്യനാണ്. ആൻഡ് സിനിമയുടെ ഒരു ക്ലൈമാക്സ് വരെ എത്തുമ്പോഴും സായി പല്ലവി തന്നെയാണ് ആ ഇമോഷണൽ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മുടെ നാഗചൈതന്യം ഇടയ്ക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഫൈറ്റൊക്കെ ഭയങ്കര ഇല്ലോജിക്കലാണ്. എന്നുവെച്ചാൽ ഫൈറ്റിൽ അവർ ചാടിയിടിക്കുന്നതിൽ ലോജിക്കല്ല പറയുന്നത്. ഈ കടിക്കാത്ത പട്ടിയുടെ അണ്ണാക്കിൽ കോലിട്ട് കുത്തി കടി വാങ്ങിക്കുന്ന പോലത്തെ പരിപാടികളാണ്. പാകിസ്ഥാൻ ജയിലിലെ പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരു കൊച്ചുകുട്ടിയെ കൈ കിട്ടുന്ന സമയത്ത് അവർ കാണിക്കുന്ന ക്രൂരതയൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് പൊങ്ങി വരുന്ന പുതിയൊരു ദേശസ്നേഹ വികാരമാണ് പാകിസ്ഥാനിൽ കൊണ്ടുപോയി ഇന്ത്യൻ പതാക നടുക എന്നുള്ളത്. മാർട്ടിൻ എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബോർഡറിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി ഇന്ത്യൻ പതാക കുത്തിയിട്ട് അത് സൗത്ത് ഇന്ത്യക്കാരനാണ് ഇട്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ചുറ്റും മഞ്ഞളും കുങ്കുമം വാരിയിട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് സിമിലർ ആയിട്ടുള്ളൊരു സാധനം ഈ സിനിമയിലും ഉണ്ട്. ഈ പറയുന്ന സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് വീണ്ടും സായി പല്ലവി ആൻഡ് ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം പരിപാടിയിലേക്കൊക്കെ പോകും. അവിടെ സുഷമ സ്വരാജ് നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും അതിനെക്കുറിച്ചൊരു സംഭവമായിട്ടൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ആ പോർഷൻസൊക്കെ അവരെടുത്തു വെച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ടാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ അലമ്പ് പരിപാടിയായിട്ട് തോന്നി എനിക്ക്. കാരണം ഈ സൈഡിൽ ഈ കാണിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയാണ് അത് ഇടപെട്ടത്, അതിനെങ്ങനെയാണ് അവർ ഡീൽ ചെയ്തത്, ഇവിടെ കുറേ സ്ത്രീകൾ ഇടപെട്ട് അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസമോ ലോകപരിചയമോ ഒന്നുമില്ലാത്ത സ്ത്രീകൾ അവരുടെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ യാത്ര നടത്തുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര സില്ലിയാക്കി കളഞ്ഞു ഈ നായിക നാടകം കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പടം മൊത്തത്തിൽ സായി പല്ലവിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കുറച്ചെങ്കിലും നാഗചൈതന്യക്ക് കൊടുക്കണ്ടേന്ന് വിചാരിച്ചു പിന്നെ വാഗ ബോർഡർ കിടന്ന് നിലവിളിച്ച് അലറി വിളിച്ചൊക്കെ കരയാണ് ഗൈസ്. പകുതി കണ്ണീര് പാകിസ്ഥാനിൽ, പകുതി കണ്ണീര് ഇന്ത്യൻ മണ്ണിൽ. ഇന്ത്യൻ പട്ടാളക്കാരും പാകിസ്ഥാൻ പട്ടാളക്കാരും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പാവം അവൻ്റെ കരച്ചിൽ കരഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതെന്താണ് കോമഡിയോ? പക്ഷേ ഞാൻ പറയുന്ന മൊത്തം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഇതിൻ്റെ ഈ പറയുന്ന കോർ കഥയുണ്ടല്ലോ, ആ എലമെൻറ്റുകൾ കാണിക്കുമ്പോൾ നമുക്ക് സിനിമയോട് ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഒരു കാര്യമില്ലാതെ വെറുപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഇൻട്രോ സീനിലെ ഫൈറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നേ. ആ ഫൈറ്റ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാള സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പെപ്പയൊക്കെ നായകനായിട്ട്. ആ സിനിമയിൽ ഉണ്ടാകുമെന്നൊക്കെ ഞാൻ ഏകദേശമൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് ഈ സിനിമയിൽ ഉണ്ട്. അതായത് അവിടെ പെപ്പ ഇടിക്കേണ്ടടി ഇവിടെ നാഗചൈതന്യം ഇടിക്കുന്നുണ്ട്. ഇതുപോലെയെങ്കിലും അതെടുത്തിരുന്നെങ്കിൽ അത് നന്നായി പോയതിനെന്ന്, ഐ മീൻ ഫൈറ്റിൻ്റെ ആംഗിളിൽ അത് നന്നായി പോയതിനെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ DSPയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. വിഷ്വൽസ് നല്ല രസമുണ്ട്. VFX ഒക്കെ ആണെങ്കിലും അവർ ചെയ്തു വെച്ചിരിക്കുന്നൊന്നും അത്രമേൽ അലമ്പാക്കിയിട്ടില്ല. അതായത് ചെയ്യാവുന്നതിൻ്റെ നീറ്റ് വർക്കൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ നായകൻ റിലേറ്റഡ് കാര്യങ്ങൾ, ദേശസ്നേഹം കുത്തിക്കയറ്റാൻ വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊരു ചരിത്ര വിജയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അതിനൊരിച്ചിരി സീരിയസ്നെസ് കൊടുത്ത് അത് ഈ പടത്തിലെ ഏറ്റവും സില്ലി കാര്യമായിട്ടാണ് അവർ ഡീൽ ചെയ്തിരിക്കുന്നത്. അതിലും വലുതാണ് അവൻ്റെ നിലവിളി എന്ന് പറയുന്ന പോലെ. അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ തോന്നി പോകുന്ന പോലെ ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഒരു വൺ ടൈം വാച്ചബിൾ. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു എന്നൊന്ന് റിമൈൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആംഗിളിൽ നോക്കുമ്പോൾ വളരെ എനർജറ്റിക്കായ നല്ല പെർഫോമൻസ് സായി പല്ലവിയുടെ ഭാഗത്തു നിന്നുള്ള DSPയുടെ നല്ല മ്യൂസിക്കുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എന്ന് പറയാവുന്ന. പലപ്പോഴും ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ഒത്തിരി നല്ല സിനിമയാണെങ്കിലും ഒത്തിരി മോശം സിനിമയാണെങ്കിലും നമുക്ക് അഭിപ്രായം പറയാൻ എളുപ്പമാണ്. പക്ഷെ മനസ്സിൻ്റെ ഒരു കോണ് കൊണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെറുപ്പിക്കുന്ന സാധനം വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് എന്താ അഭിപ്രായം പറയാമെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടു, പക്ഷേ അതൊക്കെ ഒന്ന് മറക്കാൻ പറ്റിയിരുന്നെങ്കിൽ ബാക്കി സിനിമയെ ഇഷ്ടപ്പെടാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.